ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ചക്കപ്പുഴുക്ക് കൊള്ള്, മുരിങ്ങക്കായ, പിന്നെ ചക്ക, ഇടിച്ചക്ക വെച്ചിട്ട് ഒരു പുഴുക്കാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഈ കൊള്ള് ഞാൻ പറഞ്ഞു അന്ന്, പിന്നെ ഞാൻ കുറച്ച് ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ആ കൊള്ള് വെച്ചിട്ട് ഞാൻ ചെയ്യുകയാണ് കേട്ടോ ഈ ചക്ക. ഇത് അന്ന് തന്നെ ചെയ്യുന്നതാണ്. ഞാൻ അന്ന് തന്നെ വൈകുന്നേരം ഉണ്ടാക്കി ഈ കൊള്ള് വെച്ചിട്ടുള്ള ചക്ക. അപ്പോൾ അതിനു വേണ്ടി എന്തൊക്കെ ഞാൻ എടുത്തിരിക്കണമെന്ന് കാണിക്കാം. ഞാൻ ഇത്ര തോന്നിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ഞാൻ പറഞ്ഞുവല്ലോ, ചക്കപ്പുഴുക്ക്. ഇട്ടിട്ടേ ഇല്ല ഞാനത്. അപ്പോൾ ഇപ്പോൾ ഈ പുഴുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത്. കണ്ടോളൂ. മുരിങ്ങക്കായ, ഒരു മുരിങ്ങക്കായ കേട്ടോ. ഒരു മുരിങ്ങക്കായ ഒരു 10 കഷ്ണാക്കിയിട്ടുണ്ട് ഞാൻ. അതിൻ്റെ കൂടെ ഈ ചക്ക നല്ല മൂക്കാത്തെന്ന് പറഞ്ഞാൽ പാകത്തിന് മൂത്തത്. ഞാൻ ഒരുപാട് ചകിണിയൊന്നുമില്ല. ഒരു മുരിങ്ങക്കായ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ. മുരിങ്ങക്കായയിൽ ഇതിലിപ്പോൾ ഒരൊറ്റ മുരിങ്ങക്കായേ ഉള്ളൂ, അത് മണത്തിനാണ് കേട്ടോ. പിന്നെ കൊള്ള് ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. ഇന്നലെ ഞാൻ ഒരു കറി വെച്ചപ്പോൾ ആ കൊള്ള് മുഴുവൻ ഇട്ടിട്ടില്ല. ആ കൊള്ളാണ് ഇതിന് കൊള്ള് ഇടുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിന് ചേർക്കേണ്ടത് എന്താ അറിയോ? മാങ്ങയുടെ ഒരു പകുതിയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ തൊലി ഞാൻ കളയും. എന്നിട്ട് നിങ്ങൾക്ക് മാങ്ങയില്ലെങ്കിൽ ഇതിലേക്ക് പുളി ചേർക്കാം. അപ്പം ഞാനിപ്പോൾ ഇതിനെ ഒരു കുക്കറിനകത്ത് മാങ്ങയും ഈ ചക്കയും മുരിങ്ങക്കായും കൂടി ഇടാൻ പോകും. കൊള്ളി ഞാൻ വേവിച്ചതാണല്ലോ. അത് കഴിഞ്ഞിട്ട് അത് അതിലേക്ക് മിക്സ് ചെയ്യും. അപ്പോൾ ഇതൊരൊറ്റ വിസിൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് കുക്കറിലിട്ട ശേഷം കാണിക്കാം. ഇപ്പോൾ ഇതാ മാങ്ങയും കൂടെ മുറിച്ചിട്ടു. ഞാൻ ഈ മാങ്ങയുടെ ഇങ്ങനെ ഒരു സൈഡാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഈ നല്ല പുളിയുണ്ട് ഈ മാങ്ങ. നിങ്ങൾക്ക് പുളി ഇല്ലെങ്കിൽ ഇതിപ്പോൾ കിളിമൂക്കം മാങ്ങയൊന്നും അല്ല, തോത്താപ്പൂരിയൊന്നും അല്ല. അപ്പോൾ ഞാനിതിലേക്ക് ആകെ 1 സ്പൂൺ ഉപ്പിടുന്നുണ്ട് കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾ കുറച്ചുകൂടി ഇടാം. 1 ടീസ്പൂൺ മുളക് പൊടി. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ കാശ്മീരി ഇടാം, അല്ലെങ്കിൽ എരിവ് നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാട്ടും ഇടാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം, കൂടുതൽ വെള്ളം വേണ്ട. എന്നിട്ട് ഇതിനെ മൂടിയിട്ട് ഞാൻ വേവിക്കാൻ പോകുന്നു. കരുവേപ്പിൻ്റെ ഇല കുറച്ച് ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിതാ കത്തിച്ചിട്ട് ഞാനൊന്ന് ഒരേ ഒരു വിസിൽ കേട്ടോ. കൂടുതൽ വെന്താൽ അതിന് അടിഞ്ഞു പോകരുത്. മുരിങ്ങക്കായൊക്കെ ഒരുപാട് വെന്ത് പോകുമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിനെ ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് നന്നായി ഇളക്കുന്നു. ഒരു കാര്യം പറയാൻ മറന്നു. ഇത് വേവിച്ചതാണെങ്കിലും ഞാൻ ഇതിനെ ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇടും. അതെന്തിനാ അറിയോ അങ്ങനെ ചെയ്യുന്നത്? ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ചേരണം. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ വേവിച്ചതിന് ഇതിൻ്റെ കൂടെ ഇട്ടില്ലെങ്കിൽ അത് വേറെ ഇത് വേറെ ആയിട്ട് നിൽക്കും. അപ്പോൾ കൊള്ളല്ലേ, എത്ര വന്നാലും അത്രയൊന്നും വന്നിട്ട് അങ്ങനെ ഇതാവില്ല. അപ്പോൾ ഞാനിതിലേക്ക് ഈ കൊള്ളിനെ കൂടെ ആഡ് ചെയ്യും. എന്നിട്ട് ഞാനിതിനെ അടച്ചു വെക്കാൻ പോവാണ്. ഇപ്പം ഞാൻ എൻ്റെ കുക്കറിന് ഒരു വിസിൽ കഴിഞ്ഞിട്ട് തുറക്കുകയാണ്. നോക്കോളൂ. ഇത് ചക്ക, മുരിങ്ങക്കായ, കൊള്ള് എല്ലാം നന്നായി വെന്തു കേട്ടോ. ഈ ചക്ക വേണമെങ്കിൽ നമുക്കൊന്നിങ്ങനെ നന്നായി മിക്സ് ചെയ്യാം. ഇതിൽ ഉപ്പ് മതിയൊന്നൊന്ന് നോക്കണം. അപ്പം ഞാനെന്താ ചെയ്യാൻ പോകണറിയോ? ഈ കയ്യിൽ കൊണ്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക്. ഇതാ ഇപ്പോൾ എൻ്റെ പുഴുക്ക് റെഡിയായി. ഇനി ഇതിലേക്ക് ഞാൻ നല്ലൊരു കൊത്ത് കറിവേപ്പില ഇങ്ങനെ കൈ കൊണ്ട് കശക്കിയിട്ടിടുകയാണ്. കൂടെ തന്നെ തേങ്ങ ഒരു എന്താ പറയുക, ഞാൻ ഒരു തേങ്ങയുടെ 1/4 ഭാഗമുണ്ട്.
ഒരു തേങ്ങയുടെ 3/4 ഭാഗം കേട്ടോ. ഇതിങ്ങനെയാണ് ഉണ്ടാവുക. ഇത് ഈ കൊള്ളും കൂടി ചേർത്തിട്ട് മാങ്ങയൊക്കെ ചേർത്ത് വെക്കുമ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ്. കൂടെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിക്കുക. 1 ടേബിൾ സ്പൂൺ ഒഴിക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എന്നിട്ട് ഇതിനെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാ ഭാഗവും കഴിഞ്ഞു. ടേസ്റ്റ് നോക്കുക, ഉപ്പ് മതിയൊന്ന് നോക്കുക. ഞാനൊന്ന് ഉപ്പ് നോക്കിയിട്ട് ഒന്ന് പറയാം. അടിപൊളി ടേസ്റ്റാണ്. ചക്കയുടെ ആരോഗ്യത്തിനെ പറ്റിയിട്ട് ഒന്നും പറയണ്ട, അത്രയും ചക്ക. നിങ്ങൾക്ക് ഊണ് കഴിക്കാണ്ട് ഇത് മാത്രം കഴിച്ചാൽ മതി. ദേഹത്തിന് വളരെ ആരോഗ്യമാണ്. ചോറ് കഴിച്ചില്ലെങ്കിലും മുരിങ്ങക്കായെല്ലാം അവിടെ ഇവിടെയും കാണുന്നുണ്ട് കണ്ടോ. മുരിങ്ങക്കായൻ്റെ മണം നന്നായിട്ട് വരണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മുരിങ്ങക്കായ അതിലിട്ടിരിക്കണേ. എന്തായാലും മുരിങ്ങക്കായ ചിലപ്പോൾ കുക്കറിൽ ഒരു വിസിലൊക്കെ എടുക്കുമ്പോഴേ അതിങ്ങനെ 2-3 എണ്ണമായിട്ട് വളർന്നു പോകും. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ ചക്കപ്പുഴുക്ക് നിങ്ങളെല്ലാവരും കൊള്ള് ചക്കപ്പുഴുക്ക്, ഇത് അടിപൊളി കോമ്പിനേഷനാണ്. എൻ്റെ വീട്ടിൽ എപ്പോഴും ഇത് പ്രിപ്പയർ ചെയ്യാറുണ്ട്. എരിവ് അവരവരുടെ അനുസരിച്ച് ഇടുക. കുറച്ച് എരിവുണ്ടെങ്കിൽ അത് നന്നായിരിക്കുക. പിന്നെ മാങ്ങയുടെ പുളി. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിതിനെ എൻ്റെ പാത്രത്തിലേക്കൊക്കെ ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ഞാൻ ഫൈനലായിട്ട് കാണിക്കാം. ഇപ്പം ഞാൻ എൻ്റെ പുഴുക്ക് ഇതെങ്ങനെ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതെങ്ങനെ ഉണ്ടാക്കണം കണ്ടുല്ലോ. ഉണ്ടാക്കാൻ വലിയ പണിയില്ല, ചക്ക മുറിക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. കൊള്ളു വേറത്തെ വേവിച്ച് വയ്ക്കാം, കൂടെ തന്നെ വേവിക്കാം. കൊള്ളു നല്ലോണം കുതിർന്നാൽ മാത്രമേ നന്നായി ഇതിൻ്റെ കൂടെ ചേരണം കേട്ടോ. കൊള്ളു വേറെ കിടക്കുക, ചക്ക വേറെ കിടക്കുന്ന ടേസ്റ്റ് ഉണ്ടാവില്ല. മാങ്ങിയിട്ട് വെച്ച അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചിട്ട് എൻ്റെ അടുത്ത് കമൻറ്റ്സ് അറിയിക്കുക. താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ with a wonderful recipe. Bye from Sudha Menu.